ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി, റീക്കി എനർജി ഞാൻ എൻ്റെ കാർഡ്സിലേക്ക് ഞാൻ അട്രാക്ട് ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ട് റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. ഹോളി സ്പിരിറ്റിനെ എന്നിലേക്ക് ഞാൻ അട്രാക്ട് ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ട് തന്നെ ഗൈഡ് ചെയ്യുവാൻ സാധിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആൾ, അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി ഉള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത്, ജസ്റ്റിസ്, പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് സ്ട്രെങ്ത് തന്നെയാണ്. നിങ്ങൾ വളരെ ശക്തരായ ഒരു വ്യക്തിയാണെന്നും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും അവർ മനസ്സിലാക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങളെപ്പോഴും ഒന്നാമനായി നിൽക്കുന്നു. നിങ്ങളെ താഴ്ത്തുവാൻ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിക്ക് ആ സ്ഥാനം പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും നിങ്ങളെ ഏറ്റവും ബെറ്ററായിട്ട് മനസ്സിൽ കരുതുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഏത് വ്യക്തിയാണോ ആ വ്യക്തി വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വിജയമുണ്ടെന്നും നിങ്ങൾ എപ്പോഴും വിജയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്നും അവർ മനസ്സിലാക്കുന്നു. ജസ്റ്റിസിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്ത് ന്യായവും നീതിയും ഉള്ളത് കൊണ്ട് വ്യക്തികൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതായി കാണുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ ന്യായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങളുടെ ഭാഗത്ത് എപ്പോഴും സത്യമായ കാര്യങ്ങൾ നിലകൊള്ളുന്നെന്നും നിങ്ങൾ മാനസികമായിട്ട് സത്യത്തിന് വേണ്ടി മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിപ്പോൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളത്തരവുമായി വരാൻ കഴിയത്തില്ല. അവർ പലപ്പോഴും പല കള്ളത്തരങ്ങളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ കള്ളത്തരങ്ങളെല്ലാം നിങ്ങൾ പൊളിച്ചടുക്കി അതെല്ലാം റിവീലാക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു ഇന്നർ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണെന്നും എന്ത് കാര്യവും കണ്ടുപിടിക്കുവാനുള്ള ഒരു നോളജ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരായി ചെയ്യുന്ന എന്ത് പ്ലാനും നിങ്ങൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്ന ഒരു എനർജി. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സിൻ്റെ ഒരു എനർജി ഉണ്ട്, ക്യൂൻ ഓഫ് കപ്പ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് മറച്ചു വെക്കുവാൻ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അവർക്ക് ഈഗോയാണ്. എപ്പോഴും നിങ്ങളെ വിജയിക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. ഓക്കെ, ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരണം. ഒരിക്കലും അവർ നിങ്ങളിൽ താഴ്ന്നു തരാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എപ്പോഴും അവർക്ക് നിങ്ങളിൽ മുകളിൽ തന്നെ നിൽക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒത്തുതീർപ്പാക്കി കൊണ്ടുവന്ന് വീണ്ടും നിങ്ങളിൽ തന്നെ അവർക്കൊരു വിജയം നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ? നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക. ആ കാര്യം എൻ്റെ വ്യൂസിന് നെഗറ്റീവാണോ പോസിറ്റീവാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 8 ഓഫ് പെൻറ്റിക്കിൾ ആണ്. പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ എന്തും നിങ്ങൾക്ക് പോസിറ്റീവാക്കി മാറ്റുവാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ചതിൻ്റെ ഇരട്ടി പോസിറ്റീവ് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് വേണ്ടി വരും. നിങ്ങൾ പിന്നിലോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൂടുതലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100-ൽ 110% നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ കഴിയും. ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒത്തൊരുമയാണ് വേണ്ടത്. നിങ്ങൾ മറ്റൊരാളെ കൂടി ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിന് ഡബിൾ എനർജിയാണ് കാണുന്നത്. ഓക്കെ,
താങ്ക് യു യൂണോസ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് എനർജികളും നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് രണ്ട് വഴികളുണ്ട്, നെഗറ്റീവുമുണ്ട് പോസിറ്റീവുമുണ്ട്. അത് നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് നിൽക്കുന്നു. സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്കിതൊരു പോസിറ്റീവ് കാർഡായിട്ടാണ് വരുന്നത്. എന്തും നേടിയെടുക്കുവാനുള്ള ഒരു ആത്മബലത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾ ഈ കാർഡ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്കതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വേ ആണ് ഇവിടെ കാണുന്നത്. എന്നാൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു ചെറിയ നെഗറ്റിവിറ്റീസ് നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. ഓക്കെ, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നെഗറ്റീവ് നൽകുന്നു. എന്നാൽ സാമ്പത്തികപരമായി ഇവിടെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നൽകുന്നത്. രണ്ടാമത്തെ കാർഡിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലെയാണ് ഇവിടെ കൂടുതലും നെഗറ്റീവായി ബാധിച്ചിരിക്കുന്നത്. ഓക്കെ, 2025 എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ ഒരു ഹാപ്പി ഫാമിലി, 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. വളരെ അനുഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ന്യൂ ഇയർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി മാറുന്നു. ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു വർഷമായിട്ട് മാറുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില പ്രകാശങ്ങളിലേക്ക് കടന്നു പോകുന്നു. നിങ്ങളുടെ ഇന്നർ വോയിസിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ചില നന്മകൾ നിങ്ങളെ തേടി എത്തുന്നു. കുടുംബത്തിലൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഐക്യം, ഓക്കെ, ഒരു ഐക്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് ഒരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാകുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ ജോലിയുമായിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഉയർന്ന സ്ഥാനത്തേക്ക് പറന്ന് ഉയരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കൂടുതലും ജോലിയാണ് രണ്ടാമത്തെ കാർഡുകാർക്ക് ന്യൂ ഇയറിൽ കാത്തിരിക്കുന്നത്. സാമ്പത്തിക ഉയർച്ചയാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാർഡ് കാത്തിരിക്കുന്നത്. ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് ചില ബാലൻസ് വരുന്നതാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചില ഇമോഷണൽ ബാലൻസ്, ഇതുവരെയും അത് ഒരു ഒഴിഞ്ഞ കപ്പായിരുന്നു എങ്കിൽ ചില ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൺ ഉദിക്കുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടും നിങ്ങൾക്കിത് പോസിറ്റീവായിട്ടുള്ള വർഷം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. രണ്ട് കാർഡും കണ്ടില്ലേ? ഓക്കെ, ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിൽ ഉയർന്ന സ്ഥാനമോ ചെറുതും വലുതുമായ എല്ലാ ജോലിയിലും നിങ്ങൾക്കൊരു പ്രത്യേക പരിഗണന ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ചോദിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെയും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെയും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? രണ്ട് കാർഡ് വയ്ക്കും, ഒന്ന് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങളെയും ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ അവരെയും അതുപോലെ തന്നെ എൻ്റെ വ്യൂസ് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപോലെ തന്നെ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ സ്നേഹം കൊടുക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചും നിങ്ങളോടും അതുപോലെ ഉണ്ട് എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് അവർ നിങ്ങളിലേക്ക് ഒഴുക്കുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും വിട്ടുകളയുവാനോ അവർ ഒരിക്കലും തീരുമാനിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളതായി കാണിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ അവരെ ചുറ്റി നിൽക്കുന്നതായി കാണുന്നു. ചില കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ചുറ്റി വളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം രണ്ട് കാർഡും നിങ്ങൾ എങ്ങനെയാണോ അവരെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.
ഓക്കെ, ഇവിടെ രണ്ടാമത്തെ കാർഡിൽ സ്നേഹത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഓർമ്മയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡിൽ സ്നേഹം ഒരുപാടുണ്ട്, നിങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡിൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് അവർക്കുള്ളതായി കാണുന്നു. എത്രയൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കാൻ ശ്രമിച്ചിരുന്നാൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാറി ഇരിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഇത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്നേഹമില്ല എന്നല്ല, ഇവിടെ സ്നേഹമുണ്ട്. സ്നേഹത്തെക്കാളും കൂടുതൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിൽക്കുന്നത്. അത് നെഗറ്റീവുമാകാം പോസിറ്റീവുമാകാം. ഓക്കെ, എൻ്റെ വ്യൂസിന് ഒരു സാമ്പത്തിക ഉയർച്ച ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് ഒരു സാമ്പത്തിക നിലയിൽ ഒരു ഉയർച്ച ഈ 2025 സാധ്യമാകുമോ? സാമ്പത്തിക ഉയർച്ച ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് സാമ്പത്തിക ഉയർച്ച ലഭിക്കുമോ? 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ ഒരു സെലിബ്രേഷൻ വരുന്നു. സാമ്പത്തിക ഉയർച്ചയെ തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും എല്ലാം ഒരു സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി കൊടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കും, സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് സാമ്പത്തിക ഉയർച്ച ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിലും അതിൽ നിന്നും ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും ഒരു അനക്കവും ഇല്ലാതിരുന്ന ചില കാര്യങ്ങളിൽ ഗ്രോത്ത് വരുന്നുണ്ട്, ഒരു അവയർനെസ് വരുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന ആ ഒരു കാര്യം മാറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളിലൊരു മാറ്റം വരുന്നുണ്ട്, ഒരു ഉയർച്ച വരുന്നുണ്ട്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു അനുഗ്രഹം, വിജയം വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തിക്കണം. ഇവിടെ സ്റ്റക്കായി കിടക്കുന്നു, ചില കാര്യങ്ങളിൽ നെഗറ്റീവ് തോട്ടുകളിൽ നിങ്ങൾ നിൽക്കുന്നു. ആ നെഗറ്റീവ് തോട്ടുകളിൽ നിന്നും പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പുറത്ത് വരുന്ന ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ യൂണിവേഴ്സിൽ നിന്നും അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വൻ കുതിപ്പ് തന്നെ ഉണ്ടാകും. പക്ഷേ ആ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. എങ്കിൽ മാത്രമേ സാമ്പത്തിക ഉയർച്ച ലഭിക്കുകയുള്ളൂ. ഓക്കെ, അത് നിങ്ങളിൽ തന്നെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഞാൻ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതുക, ഞാൻ ഇന്നത് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും ചിലവായത്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിത് നഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഞാൻ മാറ്റണം? 2024 അവസാനത്തോടു കൂടി നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യം, ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. എങ്ങനെ വിജയിക്കാമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. ആ പരിഹാരം എങ്ങനെ കാണാമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിനുശേഷം 2025 നിങ്ങൾക്ക് പുതിയ ഒരു അവയർനെസ്സോട് കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നാൽ നിങ്ങൾക്കൊരു വിജയം തീർച്ചയായും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന സാധനം കാറാകാം, വീടാകാം, വസ്തു വിൽപ്പനയാകാം, എന്ത് തന്നെയാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യവും, സ്വർണ്ണമാലയാകാം, കൈചെയിനാകാം, കൊലുസാകാം, ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമോ? നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം 2025 അവർക്ക് സ്വന്തമാക്കുവാൻ സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമോ? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കഴിയും. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. വിജയം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 2025 തന്നെ നിങ്ങൾ സ്വന്തമാക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതിവേഗം സ്വന്തമാക്കുന്നു. 2025 ആദ്യ മാസങ്ങളിൽ തന്നെ നിങ്ങളത് സ്വന്തമാക്കും. വീണ്ടും വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് സോഡ്. വളരെ സ്പീഡിന് തന്നെ നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ എന്താണോ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം വളരെ അതിവേഗം സ്പീഡിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ മുന്നോട്ട് പോകുന്നതിന് വീണ്ടും നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ നെഗറ്റീവ് കൊണ്ടുവരുന്നു, നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിജയത്തിലേക്ക് കടന്നു പോകുന്നതിന് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ പാസ്റ്റിനെ വിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്.
എർത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സ്ലോ ആക്ഷനാണ്. സ്ലോ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഈ വാളെന്ന് പറയുമ്പോഴത്തേക്ക് എയറിൻ്റെ എനർജിയാണ്. എയർ എന്ന് പറയുമ്പോൾ വളരെ അതിവേഗം ശക്തമായിട്ടുള്ള ഒരു സ്പീഡാണ് വരുന്നത്. നിങ്ങളുടെ മനസ്സ് വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്നു ചെയ്യണമെന്ന് പറഞ്ഞ്, പക്ഷേ നിങ്ങളുടെ തോട്ട് നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നു, പിറകിലോട്ട് വലിച്ച് സ്ലോ ആക്കി മാറ്റുന്നു. അപ്പം നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ എയറും എർത്തും കൂടി രണ്ടും കൂടി വടംവലി നടക്കുകയാണ്. നിങ്ങളുടെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകുവാൻ എർത്ത് ശ്രമിക്കുന്നു, എന്നാൽ ഫ്യൂച്ചറിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നേറുവാൻ ഇവിടെ എയർ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് വിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ പാസ്റ്റിലേക്ക് പോയി പതുക്കെ കാര്യങ്ങൾ സാധിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റിനെ വിട്ടിട്ട് സ്പീഡിന് പോയിട്ട് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ സാധിക്കുക. ഇതിന് രണ്ടിനും ഇടയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് വിട്ടെങ്കിൽ മാത്രമേ മറ്റൊന്ന് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാർഡ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള സന്ദേശം എന്താണ്? പ്ലീസ് ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ദ സ്റ്റാറിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, നിങ്ങളിപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഉയരത്തിലായിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. ഇപ്പോൾ അവരുടെ കയ്യെത്തും ദൂരത്തല്ല, നിങ്ങൾ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യെത്തും ദൂരത്തല്ല ഇപ്പോൾ നിങ്ങളുള്ളത്, നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളിപ്പം സ്ട്രെങ്ത് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒരുപാട് ഷൈൻ ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാം നിങ്ങളെ അതിശയത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നോക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ കാണുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഈഗോ പ്രശ്നം തോന്നുന്നു. അവർക്കൊരിക്കലും നിങ്ങൾ ഇനി മാച്ചായി നിൽക്കില്ല, കംഫർട്ടായി ഇനി റിലേഷൻ പോകില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാനും കോൾ മെസ്സേജ് ചെയ്യുവാനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾക്കും തിരിച്ചു നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് അവർ വീണ്ടും അട്രാക്റ്റ് ഫീലാണ് അവർക്ക് തോന്നുന്നത്. ഒരുപാട് നിങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ കാർഡുകാർക്ക് അവർക്ക് ജലസിയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഉയരങ്ങളിൽ എത്തിയതിൽ. നിങ്ങൾ നല്ല നിലയിൽ കാണണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല നിലയിൽ പോകുന്നത് അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരൊപ്പമില്ലാതെ നിങ്ങൾ നന്നാവുന്നത് അവർക്ക് ഇഷ്ടമല്ല. സൗന്ദര്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ജോലിപരമായിട്ടോ നിങ്ങൾ ഉയർന്ന നിലയിലേക്ക് പോയിരിക്കുന്ന കാരണം ഇനി നിങ്ങൾ അവരെ ഉൾക്കൊള്ളില്ല എന്നുള്ളക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള സന്ദേശം. മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി, ഒരു ന്യൂ റിലേഷൻഷിപ്പ് വരുമോ? വന്നാൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ്, മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് ജീവിതത്തിൽ പുതിയ റിലേഷൻഷിപ്പ് വരുമോ? വന്നാൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി വന്നാൽ അവരുമായിട്ട് സന്തോഷത്തോടു കൂടിയും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പുതിയൊരു വ്യക്തി വന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു പുതിയ ഓഫർ തന്നെയാണ്. സണ്ണിൻ്റെ കാർഡാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ കടന്നു വരുന്നു. സ്ട്രെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, നിങ്ങളിലുള്ള ചില നെഗറ്റീവ് കാര്യങ്ങൾ ഈ ലൈഫിലും ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു വ്യക്തിയോടും നിങ്ങൾക്കുണ്ടായിരുന്ന നെഗറ്റീവ് തോട്ടുകൾ ഈ ഒരു വ്യക്തിയിലും കാണുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുള്ളതായി കാണുന്നു. ഓക്കെ,
താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ. പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമോ, കടന്നു വന്നാൽ അത് ലോങ് ടൈം ഉണ്ടാകുമോ എന്നുള്ളത്. ഓക്കെ, ലോങ് ടൈം എന്തായാലും ഫസ്റ്റ് കാർഡിന് ഫുൾ പോസിറ്റീവാണ്. സെക്കൻഡ് കാർഡിൽ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ നെഗറ്റീവ് ഫീല് തോന്നുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രപഞ്ചശക്തി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് കാർഡ് ഒരു കാർഡേ ഉള്ളൂ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൽ തന്നെ നിൽക്കുന്ന ഒരു എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചില കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടെന്ന് ഇരിക്കും, പക്ഷേ ആ നേരിട്ട കാര്യങ്ങളിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ട് പോകുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. കാര്യങ്ങളെല്ലാം ബാലൻസിങ്ങിൽ വരണമെങ്കിൽ നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും മൂവ് ഓൺ ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വന്നു ചേരും. ഏഞ്ചൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ നിൽക്കുന്നതായ ആ അന്ധകാരത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം സ്റ്റെപ്പ് വെക്കും എന്നുള്ള ഒരു എനർജി ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.